2016 പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രമായ ഇൻഡിപെൻഡൻസ് ഡേ റീസർജൻസ് എന്ന സിനിമയുടെ കഥയോട് സാമ്യമുള്ള ചില സംഭവങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ശരിക്കും നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാനാവാത്തതാണ്. ആ സിനിമയുടെ കഥ ഇങ്ങനെയായിരുന്നു. മറ്റേതോ ഗാലക്സിയിൽ നിന്നൊരു വസ്തു നമ്മുടെ ഭൂമിയിലേക്ക് വരികയാണ്. ഇത് ഏലിയൻ ഷിപ്പാണെന്ന് തെറ്റിദ്ധരിച്ച് ഭൂമിയിലുള്ള രാജ്യങ്ങളെല്ലാം ചേർന്ന് അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. പിന്നീടാണ് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കുന്നത് അത് മറ്റൊരു ഗാലക്സിയിൽ നിന്ന് അവിടുത്തെ ജീവികൾ നമുക്ക് അയച്ച ഒരു മെസ്സേജ് ആയിരുന്നു എന്നത്. അതിനെ തുടർന്ന് വലിയൊരു മദർഷിപ്പ് ഭൂമിയിലേക്ക് വരികയും നമ്മളെ ആക്രമിക്കുകയും ചെയ്യുന്നതാണ് കഥ. അതിന് സമാനമായ മറ്റൊരു സംഭവം ജൂലൈ 1, 2025 കൊളംബിയയിലെ ബ്യൂഗ എന്ന സ്ഥലത്ത് സംഭവിച്ചു. അവിടുത്തെ പ്രദേശവാസി ഒന്ന് നടക്കാനിറങ്ങിയായിരുന്നു. അദ്ദേഹം ആകാശത്ത് ഒരു ഗോളം എങ്ങോട്ടെന്നില്ലാതെ ചലിക്കുന്നത് കണ്ടു. പക്ഷേ അദ്ദേഹത്തിനെ അതിശയിപ്പിച്ചുകൊണ്ട് ആ ഗോളം ഭൂമിയിലേക്ക് വന്നു വരും. അദ്ദേഹം ഓടി അതിൻ്റെ അടുത്തെത്തി. അത് വീണ സ്ഥലത്തെ പുല്ലെല്ലാം തന്നെ കരിഞ്ഞുണങ്ങിയിരുന്നു. അദ്ദേഹം ആ ഗോളത്തിൽ കൈകൊണ്ട് തൊട്ടു. അതിന് ഐസിനെ പോലെ തണുപ്പുണ്ടായിരുന്നു. അന്യഗ്രഹങ്ങളെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോയി. എന്നാൽ ഇനിയാണ് ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഭൂമിയിലുള്ള ഒരു വസ്തുവും വെച്ചല്ലായിരുന്നു അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒരുപാട് പാറ്റേണുകളും മറ്റും കാണാനുണ്ടായിരുന്നു. ആ പാറ്റേണുകൾ ഒന്നും തന്നെ നമ്മുടെ ഇടയിൽ ഉപയോഗിച്ചിരുന്ന ഒരു ലാംഗ്വേജുമായും സാമ്യമുള്ളവയായിരുന്നില്ല. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവർ പലതും കണ്ടെത്താനായിട്ട് ശ്രമം നടത്തി. പക്ഷേ ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ലോക പ്രശസ്ത റേഡിയോളജിസ്റ്റായ ജോസ് ലിസും ഇതിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ അദ്ദേഹം പോലും ഇതിൻ്റെ മുമ്പിൽ തോറ്റുപോയി. സ്കാനിങ്ങിലൂടെ ഈ ഒരു വസ്തു പ്രത്യേക തരത്തിലുള്ള ലോഹം കൊണ്ട് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി. പക്ഷേ ആ ലോഹം നമ്മുടെ ഗ്രഹത്തിലുള്ളതേ ആയിരുന്നില്ല. അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചിപ്പ് പോലെയുള്ള ഘടനയുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ ഉപയോഗത്തിലുള്ള 7000 ലാംഗ്വേജും ഇതുമായിട്ട് സാമ്യമുള്ളതല്ല. AI സാങ്കേതിക വിദ്യയ്ക്ക് പോലും കണ്ടുപിടിക്കപ്പെടാത്തതാണെങ്കിൽ ഇത് എവിടെ നിന്നാവും വന്നത്? അതാണ് ശാസ്ത്രജ്ഞന്മാരെ ഏറ്റവും അധികം കുഴയ്ക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ റിസർജൻസ് എന്ന സിനിമയിലും തുടക്കത്തിൽ ഇങ്ങനെയൊരു വസ്തു ഭൂമിയിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ലോകത്ത് പലതരത്തിലുള്ള ജീവിവർഗങ്ങളുണ്ടെന്നും അവയിൽ ഒരു വിഭാഗം ജീവികൾ ഗ്രഹങ്ങളെ സംരക്ഷിക്കാനായിട്ട് മുൻകൈ എടുക്കുമ്പോൾ മറ്റൊരു വിഭാഗം ജീവികൾ ഗ്രഹങ്ങളെ നശിപ്പിക്കുകയാണെന്നുള്ള സന്ദേശം ആ സിനിമയിലൂടെ തരുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു സന്ദേശമാണോ ഈ ബ്യൂഗ ഗോളവും നമുക്ക് തരുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ലോകത്തിലുള്ള ശാസ്ത്രജ്ഞരെല്ലാം തന്നെ അങ്ങേയറ്റം ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് ഈ 3I അറ്റ്ലസ് എന്ന അന്യഗ്രഹ വസ്തു നമ്മുടെ സൗരയൂഥത്തിലേക്ക് വിളിക്കപ്പെടാത്ത ഒരു അതിഥിയെ പോലെ കടന്നു വരുന്നത്. 3I അറ്റ്ലസ് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു പേര് വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാകും. 3I എന്ന് പറഞ്ഞാൽ തേർഡ് ഇന്റർസ്റ്റെല്ലാർ, അതായത് നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള മറ്റേതോ സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു വസ്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സൗരയൂഥത്തിന് പുറത്ത് ഇങ്ങനെയുള്ള ജീവൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകും? അങ്ങനെയാണെങ്കിൽ 1977 അമേരിക്കയിൽ നടന്ന ഒരു കഥ കൂടി നിങ്ങൾ കേൾക്കേണ്ടി വരും. ഒഹൈയോ സർവകലാശാലയിൽ ബിഗ് ഇയർ റേഡിയോ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞ ടെലസ്കോപ്പ്, അത് വളരെ വലിപ്പത്തിലുള്ളതാണ്. അതിന് നമ്മുടെ ഗ്രഹത്തിലേക്ക് വരുന്ന എല്ലാ സിഗ്നലുകളെയും പിടിച്ചെടുക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. വളരെ അപ്രതീക്ഷിതമായി അതൊരു സിഗ്നൽ പിടിച്ചെടുത്തു. അന്നവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ജെറി എഹ്മാൻ എന്ന ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം വളരെ അവിചാരിതമായിട്ട് ഈ ഒരു സിഗ്നലിനെ കുറിച്ച് തിരിച്ചറിയുകയാണ്. ആ സിഗ്നൽ മുഴുവൻ റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അദ്ദേഹം അതിൻ്റെ അപ്പുറത്തായിട്ട് വാവ് എന്നെഴുതി. ഈ സിഗ്നൽ പിന്നീട് വാവ് സിഗ്നൽ എന്നറിയപ്പെടാൻ തുടങ്ങി. സാജിറ്റോറിയസ് എന്ന നക്ഷത്ര പഥത്തിൽ നിന്നായിരുന്നു ഈ ഒരു സിഗ്നൽ വന്നത്. ശരിക്കും ഈ ഒരു സിഗ്നൽ ആരാണ് അയച്ചത്, എങ്ങനെയാണ് വന്നത് എന്ന് ഇപ്പോഴും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ ഒരു സിഗ്നൽ വന്നിട്ടേ നമ്മളിൽ നിന്ന് ഏകദേശം 200ഓളം പ്രകാശവർഷം അകലെയുള്ള സാജിറ്റോറിയസിൽ നിന്ന് ആരായിരിക്കും നമ്മളെ നോക്കി ഈ സിഗ്നൽ അയച്ചത്? ഇങ്ങനെ നിരവധി അനവധി ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ഗ്രഹത്തിന് പുറത്ത് ജീവൻ ഉള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 3I അറ്റ്ലസ് ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെ നമ്മുടെ സൗരയൂഥത്തിലേക്ക് കടന്നു വരുന്നത്. ഇതിനെ കണ്ടെത്തിയത് അറ്റ്ലസ് എന്ന ഒരു ഉപകരണമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പേര് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഗ്രഹത്തിനേക്കാളും പഴക്കം ചെന്നതാണ്. നമ്മുടെ ഗ്രഹത്തിന് ഏകദേശം 4.5 ബില്യൺ വർഷത്തിൻ്റെ പഴക്കമുണ്ട്. എന്നാൽ ഈ 3I അറ്റ്ലസിന് ഏകദേശം 7 ബില്യൺ വർഷം പഴക്കമുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു.
അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഗ്രഹത്തിനും അപ്പുറം പഴക്കമുള്ള വസ്തുക്കൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്. ഏറ്റവും അവിശ്വസനീയമായ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു വസ്തുവിൻ്റെ വേഗതയാണ്. ഏകദേശം 2,00,000 കിലോമീറ്ററിന് മുകളിൽ മണിക്കൂറിൽ ഇത് യാത്ര ചെയ്യുന്നു. സാധാരണഗതിയിൽ നമ്മുടെ സൗരയൂഥത്തിലേക്ക് കടന്നു വരുന്ന ഒരു വസ്തുവിന് ഗുരുത്വാകർഷണം കാരണം അവയുടെ വേഗതയിൽ വ്യത്യാസപ്പെടേണ്ടതാണ്. ഇതൊരു സാധാരണ സംഭവമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ അവി ലോബിൻ്റെ അഭിപ്രായം കൂടി നമ്മളൊന്ന് കേൾക്കണം. അദ്ദേഹം പറഞ്ഞത്, ഗുരുത്വാകർഷണത്തിനെതിരെ ഒരു വസ്തു പോകണമെങ്കിൽ അവയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ടെക്നോളജി ഉണ്ട്. ഉദാഹരണം, നമ്മൾ പറത്തുന്ന പ്ലെയിൻ ആയാലും നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന റോക്കറ്റ് ആയാലും അതിലൊക്കെ ഒരു എഞ്ചിൻ ഉണ്ടാകും. ഈ എഞ്ചിൻ്റെ പ്രവർത്തനം മൂലമാണ് ഗുരുത്വാകർഷണത്തിന് എതിരായിട്ട് ആ വസ്തുവിന് പോകാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ സൗരയൂഥത്തിലോട്ട് കടന്നു കയറിയ 3ILS ഇത്ര വേഗതയിൽ സൂര്യനടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ആ പാറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ആ ചിഹ്ന ഗ്രഹത്തിനുള്ളിൽ എന്തോ ഒരു ടെക്നോളജി ഒളിഞ്ഞിരിക്കുന്നു എന്ന് അവി ലോബ് ഉറച്ചു പറയുന്നു. ഇനി ഇത് ചിഹ്നഗ്രഹമാണോ വാൽ നക്ഷത്രമാണോ എന്നുള്ള കാര്യത്തിലാണ് മറ്റൊരു തർക്കം നിലകൊള്ളുന്നത്. സാധാരണഗതിയിൽ ഒരു ചിഹ്നഗ്രഹം വരികയാണെങ്കിൽ അതിൻ്റെ നിറം വെള്ള നിറത്തിലുള്ളതായിരിക്കും. അവയിൽ നിറയെ പൊടിപടലങ്ങളുമായിരിക്കും. എന്നാൽ ഈ 3ILSൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. അവിടെയാണ് നമ്മളെ ഏറ്റവും അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം. വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ട് എന്നൊരർത്ഥം നമുക്ക് പറയാം. ഉദാഹരണത്തിന്, ചന്ദ്രനിൽ നമ്മൾ ജലത്തിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. ചൊവ്വയിലും മറ്റും ജലം ഒഴുകിയതിൻ്റെ പാട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഗ്രഹത്തിനേക്കാൾ വളരെയധികം വർഷം പഴക്കമുള്ള ഏകദേശം 17 ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന മാൻഹാട്ടൻ സിറ്റിയുടെ അത്രയും വലിപ്പമുള്ള ഒരു പാറ ജലത്തിനെയും കൊണ്ട് നമ്മുടെ സൗരയൂഥത്തിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ അർത്ഥം ഈ ലോകത്ത് എവിടെയോ ജലത്തിൻ്റെ അംശം ഉണ്ടെന്നും അവിടെ ജീവൻ ഉണ്ടെന്നും നമ്മുടെ ഗ്രഹത്തിനേക്കാളും വളരെ പഴയ ഒരു സ്ഥലത്ത് സൗരയൂഥം പോലെ മറ്റൊരു പ്രദേശം ഉണ്ടായിരിക്കണം. അവിടെ ജീവികളും ഉണ്ടായിരിക്കണം. ഇനി ഒരു ഏലിയൻ സ്പേസ് ഷിപ്പാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു കാരണം അവി ലോബ് പറയുന്നത് ഇവയുടെ വേഗതയാണ്. ഇതിൻ്റെ വേഗത സ്ഥിരമായിട്ട് കൂടിയും കുറഞ്ഞും കൊണ്ടേയിരിക്കുന്നു. മറ്റാരോ ഇതിനെ നിയന്ത്രിക്കുന്നത് പോലെ. മറ്റൊരു കാരണം പറയുന്നത് ഇവയുടെ നിറമാണ്. ഇവയ്ക്ക് നീല നിറമാണുള്ളത്. സാധാരണയായി ചിഹ്നഗ്രഹത്തിന് വെള്ള നിറമോ ഗ്രേ നിറമോ ആയിരിക്കും കാണപ്പെടുക. നമുക്ക് ഇതുവരെ അറിയാൻ കഴിയാത്ത നിരവധി രഹസ്യങ്ങൾ ഈ 3ILS ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടുപിടിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ മനുഷ്യരാശിയുടെ തന്നെ മാറ്റത്തിന് അത് കാരണമാവും. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് വെളിവാവുകയും ചെയ്യും. പുതിയ വീഡിയോകളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ടിൽ ദെൻ, ഗുഡ് ബൈ.